സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. അവളുടെ വാക്കുകളിലെ പരിഹാസം കേട്ട് സന്ദീപിൻ്റെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. അയാളുടെ കണ്ണുകൾ ചുവക്കുന്നതും മുഷ്ടികൾ ചുരുണ്ടുന്നതും ഹണി കണ്ടു. പക്ഷെ അവൾ കൂസൽ കൂടാതെ നിന്നു. എപ്പോഴെങ്കിലും നീ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാതിരിക്കത്തില്ലല്ലോ. അന്നേരം നിന്നെ ഞങ്ങൾ കണ്ടോളാം. വാടാ, പോകാം. ജ്വലിക്കുന്ന കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കിയിട്ട് വാതിൽ തുറന്ന് കൊടുങ്കാറ്റ് പോലെ സന്ദീപ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൂടെയുള്ളവർ പിന്നാലെ പോയി. ഹണി വേഗം ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. ഇതുകൊണ്ട് മാത്രം പോരാ, ഒരു പണിയും കൂടി കൊടുക്കണം. അവൾ മൊബൈലെടുത്ത് സെക്യൂരിറ്റി ക്യാബിനിലേക്ക് വിളിച്ചു. ഇന്ന് കുരേച്ചയനാണല്ലോ ഡ്യൂട്ടിയിൽ, അതും ഭാഗ്യമായി. ഹലോ. കുരേച്ചൻ്റെ സ്വരമല്ല അതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പകൽ 2 പേർ കാണും ഡ്യൂട്ടിയിൽ. കുരേച്ചനില്ലേ? അവൾ ചോദിച്ചു. ഉണ്ട്, കൊടുക്കാം. ലിഫ്റ്റ് ഇറങ്ങി അവർ താഴെ ചെല്ലും മുമ്പേ കുരേച്ചനോട് കാര്യം പറയണം. ഹലോ. കുരേച്ചൻ്റെ സ്വരം വന്നു. ഇച്ചായ, ഇത് ഞാനാ, ഹണി. എന്താ മോളെ? 2-3 അവന്മാരെ ഇപ്പം വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് താഴേക്ക് വരുന്നുണ്ട്. ശ്രീരാജൻ്റെ ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. പാലക്കാട്ടുനിന്ന്. കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ചുമ്മാ തട്ടിവിട്ടു. അത് പേടിച്ച് അവർ പോയേ. ഒന്ന് ചോദിച്ചിട്ടേ വിടാവുള്ളേ. മോള് വെച്ചു, അവർ വരുന്നുണ്ട്. റിസീവർ വെച്ചിട്ട് കുരേച്ചൻ ക്യാബിനിൽ നിന്നിറങ്ങി ഗസ്റ്റുകളുടെ കാറുകൾ പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് ചെന്നു. സന്ദീപും കൂട്ടാളികളും അപ്പോഴേക്ക് കാറിനടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. സാർ, ഏത് ഫ്ലാറ്റിലേക്കാണ് പോയത്? കുരേച്ചൻ ചോദിച്ചു. സന്ദീപ് ഒന്ന് പരുങ്ങി. 5B അയാൾ പറഞ്ഞു. ശ്രീരാജ് സാറിൻ്റെ? അതെ. 5B വരുന്ന വിസിറ്റേഴ്സിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വെക്കണമെന്ന് കാക്കനാട് SI ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. സന്ദീപ് വീണ്ടും ഒന്ന് പകച്ചു. സാർ, എവിടെ നിന്നാണ് വരുന്നത്? തുപ്പിയെടുത്തിട്ട് തലയിലൊന്ന് ചൊറിഞ്ഞുകൊണ്ട് കുരേശൻ തിരക്കി. തൃശ്ശൂരിൽ നിന്ന്, സന്ദീപ് പറഞ്ഞു. പക്ഷേ ഇത് പാലക്കാട് രജിസ്ട്രേഷനിലുള്ള കാറാണല്ലോ. അതെ, പക്ഷേ എൻ്റെ വീട് തൃശ്ശൂരാണ്. പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയ ഡയറി എടുത്ത് കുരേശൻ വണ്ടിയുടെ നമ്പർ എഴുതി വെച്ചു. മാരുതി എർട്ടിഗോ. എന്താ സാറിൻ്റെ പേര്? മണികണ്ഠൻ, സന്ദീപ് പറഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ. ഒരു ഈച്ച പറന്നാൽ പോലും ക്യാമറ അത് പിടിച്ചെടുക്കും. അതിരിക്കട്ടെ, ശ്രീരാജ് സാറിൻ്റെ വൈഫ് ഹണി മാഡത്തെ കണ്ടായിരുന്നോ? കണ്ടു. അല്ല, ആ കുട്ടിയെ ചിലർ തല്ലാനോ കൊല്ലാനോ പ്ലാനിങ് നടത്തുന്നുണ്ടെന്ന് അറിവ് കിട്ടിയതുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തത്. സാറിനെ കണ്ടിട്ട് മാന്യനാണെന്ന് തോന്നുന്നുണ്ട്. പോയാട്ടെ. കുരേശൻ കാറിൻ്റെ മുന്നിൽ നിന്ന് മാറി നിന്നു. 3 പേരും വണ്ടിയിൽ കയറി. കുരേശൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. സന്ദീപിൻ്റെ കാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ തന്നെ ഹണിയുടെ നമ്പറിലേക്ക് കുരേശൻ വിളിച്ചു. മോളെ, അവർ പോയി. ചെറുതായിന്ന് വിരട്ടിയിട്ടാ വിട്ടത്. എന്തായിരുന്നു സംഭവം? വിരട്ടിയോ? അത് മതി. ചില പ്രശ്നങ്ങളുണ്ട് കുരേച്ചായ, അത് ഞാൻ നേരിൽ കാണുമ്പോൾ പറയാം, അവൾ പറഞ്ഞു. മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി ഒരുത്തനും മോളുടെ ഫ്ലാറ്റിലേക്ക് അതിക്രമിച്ച് കിടക്കത്തില്ല കേട്ടോ. താങ്ക്സ് ഇച്ചായ. ഇവിടെ വേറെ ആരും എനിക്ക് സഹായത്തിനില്ല. എന്താവശ്യം വന്നാലും ഞാൻ ഇച്ചായനെ വിളിക്കും. എപ്പോൾ വേണേലും വിളിച്ചോ, ഈ കുരേച്ചായൻ ഓടി വരും, അയാൾ പറഞ്ഞു. അത് മതി. തൃപ്തിയോടെ കുരേശൻ കോൾ കട്ട് ചെയ്തു. നാട്ടുകാരി പെങ്കുച്ചാണ്. അതിനൊരാവശ്യം വന്നാൽ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലയോ? അയാൾ സെക്യൂരിറ്റി ക്യാബിനിലേക്ക് പോയി. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് വീണ ഉണർന്നത്. ബെഡിൽ തന്നെ വെച്ചിരുന്ന മൊബൈൽ എടുത്ത് അവൾ സ്റ്റോപ്പ് ബട്ടണിൽ വിരലമർത്തി. രാവിലെ 6 മണിക്ക് ഉണരാൻ പാകത്തിൽ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്തിട്ട് ആണ് അവൾ എന്നും രാത്രി ഉറങ്ങാൻ കിടക്കാറുള്ളത്. 6:30 വിൽസൺ അങ്കിളിന് ബ്ലാക്ക് കോഫി കൊടുക്കണം. പുതച്ചിരുന്ന ഷീറ്റിൽ നിന്ന് വിമുക്തയായി വീണ എഴുന്നേറ്റു. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ്. സ്പീഡ് കുറച്ചിട്ടിരുന്ന സീലിംഗ് ഫാൻ അവൾ ചെന്ന് ഓഫ് ചെയ്തു. വിൻഡോ കർട്ടൻ അല്പം മാറ്റി നോക്കിയപ്പോൾ നേരിയ ഇരുട്ടുണ്ട്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. പല്ല് ബ്രഷ് ചെയ്തിട്ടാണ് അവൾ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വന്നത്. വിൽസൺ അങ്കിളുടെ മുറി അടഞ്ഞു കിടക്കുന്നു. ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാത്തത് കൊണ്ട് അത് തുറക്കുന്നതും അടയ്ക്കുന്നതും അവൾ തന്നെയാണ്. കാപ്പിക്ക് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ട് അവൾ വിൽസന്റെ മുറിയിലേക്ക് ചെന്നു. ചരിഞ്ഞു കിടന്നുറങ്ങിയായിരുന്നു അയാൾ. അലാറം വെച്ചില്ലെങ്കിലും അങ്കിൾ പതിവായി 6 മണിക്ക് ഉണരാറുള്ളതാണ്. ഒറ്റയ്ക്കായിരുന്നപ്പോൾ ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് 6:30 നടക്കാൻ പോകാറുള്ള ശീലമുള്ളതുകൊണ്ടാണ് കൃത്യസമയത്ത് ഉണരുന്നത്. ഉണർത്തേണ്ട, ഇഷ്ടം പോലെ ഉറങ്ങട്ടെ. വീണ തിരിഞ്ഞു നടന്നു. ഗുഡ് മോർണിംഗ്, പെട്ടെന്ന് പിന്നിൽ നിന്ന് വിൽസൺ പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ വിചാരിച്ചു നല്ല ഉറക്കമായിരിക്കുമെന്ന്. അവൾ അടുത്തേക്ക് ചെന്നു. നല്ല ഉറക്കമായിരുന്നു.
അപ്പോഴാണ് ഏതോ ഒരു സുഗന്ധം മുറിയിലേക്ക് കയറി വന്ന് എന്നെ ഉണർത്തിയത്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നിന്നെ. ഇത്ര രാവിലെ റൊമാൻറ്റിക് ആകുന്നത് വളരെ ബോറാങ്കിളെ. വേറെ വല്ലതും പറ. അവൾ താല്പര്യമില്ലായ്മ നടിച്ചു. വേറൊന്നും പറയാനില്ല. അയാളും അരിശം നടിച്ചു. ടൂത്ത് ബ്രഷിൽ പേസ്റ്റ് എടുത്തുകൊണ്ടുവന്നു അവൾ. പല്ല് തേക്ക്. നാവ് വൃത്തിയാക്കിയാൽ പിന്നെ വേണ്ടാത്തതൊന്നും ആ നാവിൽ വരത്തില്ല. അയാൾ ഒന്നും മിണ്ടാതെ ടൂത്ത് ബ്രഷ് വാങ്ങി. വായ കുലുക്കഴിയാൻ അവൾ ഒഴിഞ്ഞ ബക്കറ്റും മഗ് നിറയെ വെള്ളവും ബെഡിനടുത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഇപ്പം കാപ്പി കൊണ്ടുവരാം. അവൾ കിച്ചണിലേക്ക് പോയി. പാത്രത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് അവൾ കാപ്പി ഉണ്ടാക്കി. ഒരു ഗ്ലാസ് നിറയെ ചൂട് കാപ്പിയുമായി വീണ ചെന്നപ്പോഴേക്ക് വിൽസൺ പല്ല് തേച്ച് കഴിഞ്ഞിരുന്നു. കൈയും മുഖവും തുടയ്ക്കാൻ അവൾ ടവലെടുത്തു കൊടുത്തു. അപ്പോഴും ഗൗരവഭാവത്തിലായിരുന്നു വിൽസൺ. ഇതാ കാപ്പി. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കാതെ കാപ്പി വാങ്ങി. ബക്കറ്റും മഗ്ഗും ബാത്റൂമിൽ കൊണ്ടുചെന്ന് വെച്ചിട്ട് അയാളുടെ അടുത്ത് വന്ന് അവൾ ഇരുന്നു. അങ്കിളേ, അവൾ വിളിച്ചു. മുഖമുയർത്തി അയാൾ അവളെ നോക്കി. കാപ്പി കുടിച്ച് നോക്കിയോ? കടുപ്പം കറക്റ്റാണോ? എന്തിനാ ഇങ്ങനെ പരം പിടിച്ചിരിക്കുന്നേ? എന്നെ നോക്കിയൊന്ന് ചിരിച്ചേ, അവൾ പറഞ്ഞു. അയാൾ അവളെ നോക്കിയെങ്കിലും ചിരിച്ചില്ല. സമയവും കാലവും നോക്കി വേണം അങ്കിളെ നമ്മൾ ഓരോന്നൊക്കെ പറയാനും പ്രവർത്തിക്കാനും. ഇനി വേണമെങ്കിൽ അങ്കിൾ ഇത്തിരി റൊമാൻറ്റിക് ആയിക്കോ. വേണ്ട, അയാൾ പറഞ്ഞു. ദൈവമേ, ഇത്തരം ഒരു മുരടനെയാണല്ലോ ഞാൻ 8-10 ദിവസം തീറ്റിപ്പോറ്റിയതും ശുശ്രൂഷിച്ചതും. എന്നോടിങ്ങനെ ദുർമുഖം കാണിക്കാനും മാത്രം ഈ പാവം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ദുഃഖം നടിച്ച് അവൾ പറഞ്ഞു. അയാൾ മിണ്ടിയില്ല. ഇവിടെ കയറോ വിഷമോ ഇരിപ്പുണ്ടോ അങ്കിളെ? അവൾ ചോദിച്ചു. എന്താ, ആത്മഹത്യ ചെയ്യാനാണോ? അതെ. അങ്കിളിങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നാൽ എനിക്കത് സഹിക്കത്തില്ല. അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് തമ്പാനൂർക്ക് പോകാം. അതെന്തിനാ? അല്ല, അവിടെ ചെന്നാലല്ലേ ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ പറ്റൂ. വിൽസൺ അറിയാതെ ചിരിച്ചു പോയി. ഹോ, ആശ്വാസമായി. ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. നീ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ വായ തുറന്ന് നോക്കണമായിരുന്നു, നാക്കുണ്ടോയെന്നറിയാൻ. ഇപ്പോൾ പെണ്ണിന് കഴുത്തിന് ചുറ്റും നാക്കാണ്. അയാൾ കളിയാക്കി. എന്നിട്ടും അങ്കിളിൻ്റെ അടുത്ത് ജീവിച്ചു പോകാൻ ഞാൻ പാടുപെടുക. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ പാടുപെടേണ്ടി വരും. അത് വേണമെന്ന് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, അവൾ പറഞ്ഞു. എന്നാൽ നിന്നെ പാടുപെടുത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അവിടുത്തെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വിൽസൺ പൊട്ടിച്ചിരിച്ചു. ഹണി, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുക. പക്ഷേ എന്നും മറന്നുപോകും. എന്താണ് അങ്കിളെ? നിന്റെ ചാച്ചൻ നിന്നെ ചിട്ടയോടും ദൈവഭയത്തോടുമല്ലേ വളർത്തിയത്? ആ ചോദ്യത്തിന് പിന്നിൽ എന്തോ കൊനഷ്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അതെ. എങ്കിലും അവൾ പറഞ്ഞു. നീ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 2 മാസമാകുന്നു. പക്ഷെ ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ പോകണമെന്ന് നീ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു ചോദ്യം എന്നെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നിട്ടും അവളുടെ ഉള്ളം കൈ വിയർത്തു. ഈ പറയുന്ന ആളും ഇത്രയും ദിവസങ്ങൾക്കിടയിൽ പള്ളി എന്നൊരു വാക്ക് പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. അവൾ തിരിച്ചടിച്ചു. എൻ്റെ കാര്യം വിട്, ഞാനൊരു താന്തോന്നിയായി പോയി. പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയല്ല. അങ്കിൾ പറയുന്നത് ശരിയാ. +2 പഠിക്കുന്ന കാലം വരെ പള്ളിയും കുർബാനയും സൺഡേ സ്കൂളും ഒന്നും ഒരാഴ്ചയിലും ഞാൻ മുടക്കിയിട്ടില്ല. പക്ഷേ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ ചേർന്നതോടെ സകലതും തകിടം മറിഞ്ഞു. ഹോസ്റ്റലിൻ്റെ ചുറ്റുവട്ടത്തൊന്നും പള്ളി ഉണ്ടായിരുന്നില്ല. 5 കിലോമീറ്റർ അകലെയുള്ള പള്ളിയിലേക്ക് ഓട്ടോ പിടിച്ച് ഒറ്റയ്ക്ക് പോകാനും മടിച്ചു. വിശ്വസനീയമായ കള്ളം ഒരു വിധത്തിൽ വീണ പറഞ്ഞൊപ്പിച്ചു. അത് സാരമില്ല, 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് നിലത്ത് കാലുകുത്താൻ പറ്റും. പിന്നെ മെല്ലെ നടക്കാം, കാർ ഓടിക്കാം. ഇനി എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടാൻ പോണം. പെണ്ണുകെട്ടിനും മാമോദീസയ്ക്കുമൊക്കെ ഇനി പള്ളിയിൽ പോകേണ്ടി വരത്തില്ലേ? പെട്ടെന്ന് വീണയുടെ മുഖം വിളറി. ബന്ധുവായ ഈപ്പച്ചൻ്റെ മോൾ ഹണിയല്ല ഇത്, അവളുടെ കൂട്ടുകാരി വീണയാണ് എന്ന് വിൽസനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്നാണ് സകലതും തകർന്ന് തരിപ്പണമാകുന്നത്. അതുവരെ ഇങ്ങനെ പോകാനേ നിവൃത്തിയുള്ളൂ. നീ എന്താ ഹണി ഒന്നും പറയാത്തത്? അവളുടെ മൂകത കണ്ട് അയാൾ ചോദിച്ചു. എന്തായാലും അങ്ങളുടെ കാല് സുഖപ്പെടട്ടെ, അത് കഴിഞ്ഞല്ലേ പള്ളിയിൽ പോകാൻ പറ്റൂ. തൽക്കാലം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അവൾ കിച്ചണിലേക്ക് ചെന്നു. ഇടിയപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കുമ്പോൾ അവൾ കടുത്ത ചിന്തയിലായിരുന്നു. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു വഴി അവളുടെ മുന്നിൽ തുറന്നു കിട്ടിയില്ല. ഉണ്ടൊരു വഴി. ഒരു സുപ്രഭാതത്തിൽ ആരോടും ഒന്നും പറയാതെ സ്ഥലം വിടുക. ഒരു തരം ഒളിച്ചോട്ടം. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കുക.
അതിന് സഹായത്തിന് ആരെങ്കിലും അന്യനാട്ടിൽ ഉണ്ടായേ പറ്റൂ. കൂടെ പഠിച്ച ഏതെങ്കിലും കൂട്ടുകാരികൾ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഉണ്ടോ എന്ന് തിരക്കണം. വിളിച്ചു ചോദിച്ചിട്ട് അങ്ങ് ചെല്ലണം. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഉല്ലാസും റോണിയും ബൈക്കിലെത്തി. വീണ അപ്പോൾ മുകളിൽ അവളുടെ മുറിയിലായിരുന്നു. വിൽസന്റെ മുറിയിൽ അവരുടെ സംസാരം കേട്ട് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. നാളെ എപ്പോഴാണ് ഹണിക്ക് പോകേണ്ടത്? അവളെ കണ്ട് ഉല്ലാസ് ചോദിച്ചു. എവിടെ? അവൾക്ക് മനസ്സിലായില്ല. നാളെയല്ലേ ടെക്നോ പാർക്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്? റോണി വിശദീകരിച്ചു. നാളെ 1-ാം തീയതിയാണെന്നും ടെക്നോ പാർക്കിൽ ജോലിയിൽ പ്രവേശിക്കണമെന്നും അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. നാളെ ഞാൻ പോകുന്നില്ല, പെട്ടെന്ന് അവൾ പറഞ്ഞു. അതെന്താ? വിൽസൺ ചോദിച്ചു. അങ്കിളിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ടായാലേ പറ്റൂ എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും അവൾ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. അങ്ങനെ പറഞ്ഞാൽ വിൽസൺ സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ചെറിയ കമ്പനിയാണ്, എനിക്കതിൽ താല്പര്യമില്ല അങ്കിളെ. അവർ ഒരുപാട് കഷ്ടപ്പെടുത്തും. തന്നെയുമല്ല ദിവസം 10-12 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് അവിടെയുള്ള ഒരു കുട്ടി പറഞ്ഞത്. പച്ചക്കള്ളം. ഇതൊന്നും നീ നേരത്തെ പറഞ്ഞിട്ടേയില്ല. നീ പോയാൽ എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും എന്ന് വിചാരിച്ചാ നീ ജോലിക്ക് പോകുന്നില്ലെന്ന് ഇപ്പോൾ പറയുന്നത്. അവൾ പറഞ്ഞത് വിൽസൺ വിശ്വസിച്ചില്ല. ഹണി അക്കാര്യത്തിൽ വേവലാതിപ്പെടണ്ട. ഇച്ഛായനെ എഴുന്നേറ്റ് നടക്കാറാകുന്നത് വരെ ഞങ്ങൾ ഓരോരുത്തരായി ഓരോ ദിവസവും ഇവിടെ ഉണ്ടാവും. അത് പറയാനാണ് ഞങ്ങളിപ്പോൾ വന്നത്, റോണി പറഞ്ഞു. അതല്ല റോണിച്ചായ, വേറെ നല്ല മൾട്ടിനാഷണൽ കമ്പനികളിൽ കിട്ടിയാലേ പ്രയോജനമുണ്ടാകൂ. കൊച്ചു കമ്പനികളിൽ ചെന്ന് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ നല്ല ജോലി കിട്ടിയാൽ പോകാൻ പറ്റത്തില്ല. അവൾ അടുത്ത കള്ളം പറഞ്ഞു. അതവർക്കൊരുവിധം വിശ്വാസമായി. എനിക്ക് വേണ്ടി നീ ജോലി വേണ്ടെന്ന് വെക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ടും വിൽസൺ അവളെ നിർബന്ധിച്ചു. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ബിടെക്കിൻ്റെ റിസൾട്ട് വന്നേക്കും. അത് കഴിഞ്ഞാൽ നല്ല കമ്പനിയിൽ കയറാം, അവൾ പറഞ്ഞു. അതോടെ ആ ചർച്ച അവസാനിച്ചു. ഇത് പോയാൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ കിട്ടും. ആ കാരണം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാം. അന്ന് രാത്രിയിൽ അവൾ ഹണിയെ വിളിച്ചു. എടീ, ഞാൻ ടെക്നോ പാർക്കിൽ ജോയിൻ ചെയ്യുന്നില്ല. അതെന്താ? ഹണി ചോദിച്ചു. അങ്കിൾ ഇങ്ങനെ അനങ്ങാൻ പാടില്ലാതെ കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്കിൾ സമ്മതിച്ചോ? സമ്മതിപ്പിക്കാൻ ചില കള്ളങ്ങൾ പറയേണ്ടി വന്നു. കിട്ടിയ ജോലി നീ വേണ്ടെന്ന് വെക്കുന്നു? ഒരു ജോലി കിട്ടാൻ ഞാൻ നെട്ടോട്ടം ഓടുന്നു, ഹണി പറഞ്ഞു. ഇൻ്റർവ്യൂവിന് ആരും വിളിച്ചില്ലേ? ഇല്ലടി. നിനക്കറിയാമല്ലോ, കഴിഞ്ഞ സെമസ്റ്റർ എക്സാമുകളിൽ എനിക്ക് കിട്ടിയ മാർക്കുകൾ അത്ര മെച്ചമായിരുന്നില്ലല്ലോ. പഠിക്കേണ്ട സമയത്ത് കളിച്ച് രസിച്ചു നടന്നതിൻ്റെ ഫലം ഇപ്പോഴാണ് മനസ്സിലാകുന്നേ. ശ്രീരാജൻ്റെ വിവരം വല്ലതും? നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ ആ കാര്യം പറയാൻ. സംഭവം ഭയങ്കര രൂക്ഷമായി. എന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിടാൻ അവർ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ നടന്നില്ല. ഞാൻ പിടിച്ചു നിന്നു. സന്ദീപും കൂട്ടരും വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം ഹണി വിശദമായി അവളോട് പറഞ്ഞു. ശ്രീരാജ് നട്ടലില്ലാത്തവനായിരിക്കും, പക്ഷേ നീ അവനെ നപുംസകം എന്നൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ നിൻ്റെ ലക്കിനാണ് നീ ഇതുവരെ പ്രഗ്നൻ്റ് ആകാതിരുന്നത്. വീണ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. ഇന്നും അതേക്കുറിച്ച് അവൾ ആലോചിച്ചിരുന്നു. കഴിഞ്ഞ തവണ പീരിയഡ്സ് വന്നതിന് ശേഷം ഇന്ന് 46-ാമത്തെ ദിവസമാണ്. ഇതുവരെ വീണ്ടും അത് സംഭവിച്ചിട്ടില്ല. അത് നിൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തേനെ? വീണ ചോദിച്ചു. അത് ശരിയാ, ഞാൻ നാളെ വിളിക്കാമടി. ഹണി പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചു. ബെഡിൽ ഒരു പ്രതിമയെപ്പോലെ അവളിരുന്നു. സാധാരണ അത്ര റെഗുലർ അല്ലായിരുന്നു അവൾക്ക് പീരിയഡ്സ്. ചില മാസം 35 ദിവസം എടുക്കും, ചിലപ്പോൾ 40. 45 ദിവസം കഴിഞ്ഞും ചില തവണ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ? പക്ഷെ വീണയുടെ സംസാരം കേട്ടതോടെ അവളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. എന്തും സംഭവിക്കാം. ഒന്നും സംഭവിക്കാതിരിക്കാൻ 50% മാത്രമേ ചാൻസ് ഉള്ളൂ. നാളെ ഏതെങ്കിലും മെഡിക്കൽ ലാബിൽ ചെന്ന് ആ രാത്രിയിൽ ഹണിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നു പുലർച്ചെ മൊബൈൽ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടുകൊണ്ടാണ് ഒരു മയക്കത്തിൽ നിന്ന് അവൾ ഞെട്ടിയുണർന്നത്. നോക്കിയപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോളായിരുന്നു അത്. ഹലോ മോളെ, ഇത് അമ്മച്ചിയാടി. ഒരു സന്തോഷ വാർത്തയുണ്ട്. 1 മണിക്കൂർ മുമ്പ് ബെറ്റി പ്രസവിച്ചു. ആൺകുട്ടിയാ. 2 പേരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ചാച്ചനും മാത്രമേ വീട്ടിലുള്ളൂ. റോബിൻ ഹോസ്പിറ്റലിലാണ്. അതൊരു സന്തോഷ വാർത്തയായിരുന്നെങ്കിലും ഹണിക്ക് അത്ര വലിയ സന്തോഷം തോന്നിയില്ല.
ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഡെലിവറി നടന്നു. അവസാനം പീരിയഡ്സ് ആയ ദിവസം തൊട്ടല്ലയോ കണക്ക് കൂട്ടുന്നേ? അവസാനം പീരിയഡ്സ് ആയ ദിവസം സിസിലി അമ്മ പിന്നെ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല. നീ സുഖമായിരിക്കുന്ന മോളെ? ഒടുവിൽ അവർ ചോദിച്ചു. ശരി, പിന്നെ വിളിക്കാം. മൊബൈൽ ബെഡിലേക്ക് വെച്ചിട്ട് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യണോ അതോ ഇന്ന് തന്നെ ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യിക്കണോ? റിസൾട്ട് പോസിറ്റീവായാൽ സാധ്യതയുണ്ട്, ചിലപ്പോൾ സാധ്യത കാണുകയുമില്ല. 45 ദിവസം കഴിഞ്ഞിട്ടും മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. വിശപ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് അവൾ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങി. ബസ്സിൽ എറണാകുളത്തേക്കാണ് അവൾ പോയത്. ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നല്ല ലാബുകൾ കാണുമെന്ന് അവൾക്കറിയാമായിരുന്നു. ആദ്യം കണ്ട ലാബിലേക്ക് അവൾ കയറി ചെന്നു. ധാരാളം പേർ അവിടെ പലതരം ടെസ്റ്റിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് നടത്താനാണ്. കൗണ്ടറിൽ ഉണ്ടായിരുന്ന വെളുത്ത കോട്ടിട്ട പെൺകുട്ടിയോട് അവൾ പറഞ്ഞു. പേരും വയസ്സും പറഞ്ഞു കൊടുത്ത് അവൾ ഫീസ് അടച്ചു. കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത ഒരു രസീത് അവൾക്ക് കിട്ടി. ഇതുകൊണ്ട് അടുത്ത റൂമിലേക്ക് ചെല്ലൂ. ഹണി മെല്ലെ അടുത്ത മുറിയിലേക്ക് പോയി. ഹണി വാച്ചിൽ നോക്കി. 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. 15 മിനിറ്റിനുള്ളിൽ റിസൾട്ട് തരാമെന്നാണ് ലാബിലെ വെള്ളക്കോട്ടിട്ട പെണ്ണ് പറഞ്ഞത്. ഇതിപ്പോൾ 17 മിനിറ്റായി. ചെറിയ ഹാളായിരുന്നു അത്. 2 വരിയിൽ വരിവരിയായിട്ട കസേരകൾ. മിക്കതിലും ആളുണ്ട്. ചിലർ വയറ് വീർത്ത ഗർഭിണികൾ. സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എക്സ്റേ എടുക്കാനും. തൻ്റെ ഹൃദയം ഇത്ര ഉച്ചത്തിൽ ജീവിതത്തിൽ ഇന്ന് വരെ മിടിച്ചിട്ടില്ലെന്ന് ഹണിക്ക് തോന്നി. മനസ്സെത്ര നിയന്ത്രിച്ചിട്ടും ഒന്നും സംഭവിക്കില്ലെന്ന് സ്വയം വിശ്വസിപ്പിച്ചിട്ടും അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കൂടിക്കൊണ്ടിരുന്നതേയുള്ളൂ. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നാകുമായിരുന്നു അത്. പക്ഷേ അവൾ അക്ഷമയോടെ വീണ്ടും വാച്ചിൽ നോക്കി. ഈ ടെൻഷൻ ഇനി അനുഭവിക്കാൻ വയ്യ. ഹണി ഈപ്പൻ. പെട്ടെന്ന് കൗണ്ടറിലിരുന്ന പെൺകുട്ടി അവളുടെ പേര് വിളിച്ചു. അവൾ ഒന്ന് ഞെട്ടി. ജീസസ്! അവൾ എഴുന്നേറ്റ് കൗണ്ടറിലേക്ക് ചെന്നു. ടെസ്റ്റ് റിസൾട്ട് പ്രിൻ്റ് ചെയ്ത കടലാസ് 3ആയി മടക്കി വെളുത്ത നിറത്തിലുള്ള ഒരു നീണ്ട കവറിൽ അടക്കം ചെയ്ത് പെൺകുട്ടി പുഞ്ചിരിയോടെ അവൾക്ക് നീട്ടി. കൺഗ്രാജുലേഷൻസ്! വിറയ്ക്കുന്ന കൈ നീട്ടി അവൾ ആ കവർ വാങ്ങി. കൺഗ്രാജുലേഷൻസ് എന്ന് വെച്ചാൽ അഭിനന്ദനങ്ങൾ എന്നു വെച്ചാൽ? അവൾ ചെന്നു തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു. ഭൂമി കീഴ്മേൽ മറയുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറുകയാണ്. ശ്രീയുടെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ ജന്മമെടുത്തിരിക്കുന്നു. ദുഷ്ടൻ! അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന് ഇനി എന്നെ വേണ്ടെന്ന്, ഞാൻ തിരിച്ചു പോയിക്കൊള്ളാൻ. അവന് അച്ഛനെയും അമ്മയും മതിയെന്ന്. ഇത്ര ക്രൂര മനസ്സായിരുന്നു അവൻ്റേത്. ഹണി മെല്ലെ ആ കവറിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത ആ കടലാസ് എടുത്ത് നിവർത്തി നോക്കി. ഹണി 21 വയസ്സ്. പ്രഗ്നൻസി ടെസ്റ്റ്. റിസൾട്ട് പോസിറ്റീവ്. അക്ഷരങ്ങൾ സാവധാനം അവളുടെ കാഴ്ചയിൽ നിന്ന് മാഞ്ഞുപോയി. 2 തുള്ളി കണ്ണീർ കവിളിലൂടെ ഒഴുകി അവളുടെ മാറിലേക്ക് വീണു. എങ്കിലും അവൻ എന്നോടിങ്ങനെ ചെയ്തല്ലോ. അല്പനേരം കൂടി ഹണി അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റു. വെളിയിലേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് ശക്തിയില്ലായിരുന്നു. വീണു പോകാതിരിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. ഓട്ടോയിലാണ് അവൾ ഫ്ലാറ്റിലേക്ക് പോയത്. വണ്ടിയിൽ അവൾ ഒരു പ്രതിമയെ പോലെ ഇരുന്നു. റോഡിലെ കാഴ്ചകളൊന്നും അവൾ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് ഓട്ടോ നിന്നു. സ്ഥലം എത്തിയത് അവൾ അറിഞ്ഞില്ല. ഡ്രൈവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഏതോ മയക്കത്തിൽ എന്ന പോലെ ഇരിക്കുകയായിരുന്നു. സ്ഥലമെത്തി, അയാൾ പറഞ്ഞു. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. പേഴ്സെടുത്ത് കൂലിയെടുത്ത് കൊടുത്തു. ബാക്കി വാങ്ങാതെ അവൾ ഗേറ്റ് കടന്ന് അകത്ത് കയറി. സെക്യൂരിറ്റി ക്യാബിനിലുണ്ടായിരുന്ന കുരേശൻ അവളെ കണ്ടു. വെളിയിലേക്ക് ഇറങ്ങി വന്നു. എവിടെ പോയതാ മോളെ? അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഒന്ന് പതറി. ഞാൻ എന്താ മോളെ? സുഖമില്ലേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. പനി അയച്ചയാൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചിട്ട് വരുവാ. അവൾ പറഞ്ഞു. എന്ന ചെല്ല്, നിൽക്കണ്ട, പോയി റെസ്റ്റ് എടുക്ക്. കഴിക്കാൻ വല്ലതും ഉണ്ടോ അവിടെ? പാഴ്സൽ വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചുകൊണ്ട് വരാം. വേണമെങ്കിൽ ഞാൻ പറയാം ഇച്ചായ. ഒരു സ്വപ്നാടകയെ പോലെയാണ് ഹണി ലിഫ്റ്റിനടുത്തേക്ക് നടന്നതും മുകളിലേക്ക് പോയതും. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ബെഡിലേക്ക് അവൾ അവശതയോടെ കിടന്നു. എങ്ങനെ അവൻ എന്നെ ഇത്ര കണ്ണിച്ചോരയില്ലാതെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു? എങ്ങനെ അവന് കഴിഞ്ഞു? മനസ്സിൽ നിന്ന് ഒറ്റയടിക്ക് മായ്ച്ചു കളയാൻ സാധിച്ചു? കൈവിഷം കൊടുത്ത് ആരോ അവൻ്റെ മനസ്സ് മാറ്റിച്ചതാണോ? കൈവിഷം എന്നുണ്ടോ?
ഉച്ചവരെ അവൾ അങ്ങനെ ബോധത്തിനും അബോധത്തിനുമിടയിൽ കരഞ്ഞും വേദനിച്ചും കിടന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കൊരു പിടിയുമില്ലായിരുന്നു. മരിക്കാൻ വയ്യ, ജീവിക്കാനാണ് ആശ. അവൻ ചതിച്ചു എന്നു കരുതി ലോകം അവസാനിക്കുന്നില്ല. അവൾ മൊബൈൽ എടുത്ത് വീണയെ വിളിച്ചു. ഹലോ ഹണി. പെട്ടെന്ന് വീണയെ കിട്ടി. നീ എവിടെയാണ്? അങ്കിളിൻ്റെ വീട്ടിൽ. നീ ടെക്നോ പാർക്കിൽ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അങ്കിൾ ഇങ്ങനെ നടക്കാൻ പോലും വയ്യാതെ കിടക്കുമ്പോൾ. ഹണി ഒരു നിമിഷത്തേക്ക് നിശബ്ദയായി. ശ്രീരാജൻ്റെ വിവരം വല്ലതുമുണ്ടോ? വീണ ചോദിച്ചു. ഇല്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എത്ര നാൾ ഒറ്റയ്ക്ക് നീ എവിടെ? അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാടി ഞാനിപ്പോൾ. ഞാൻ പ്രഗ്നൻ്റാണ്. നീ എന്താണ് പറഞ്ഞത്? നീ നീ കേട്ടത് തെറ്റിയോ എന്ന് സംശയിച്ചു വീണ ഞെട്ടലോടെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ നീ ഒരു കാര്യം പറഞ്ഞു. അവനെ നപുംസകം എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നെന്നും എൻ്റെ ലക്കിന ഞാൻ ഇതുവരെ പ്രഗ്നൻ്റ് ആകാതിരുന്നതെന്നും. ഹണി, വിശ്വസിക്കാനാവാതെ അവൾ വിളിച്ചു. അവനെ ഞാനങ്ങനെ വിളിച്ചത് എൻ്റെ തെറ്റ്. ഞാൻ ഇന്ന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യിച്ചു. പോസിറ്റീവാണ്. വീണ സ്തബ്ധയായിരുന്നു. അവൻ മിടുക്കനാണ്. ഇത്ര നാൾ ഞാൻ സ്നേഹിച്ചതിന് എനിക്കൊരു സമ്മാനം തന്നിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഹണി, നിനക്ക് എങ്ങനെ ഇത്ര കൂളായി സംസാരിക്കാൻ കഴിയുന്നു? സംഭവിച്ചിരിക്കുന്നതിൻ്റെ സീരിയസ്നെസ് നിനക്കിതുവരെ മനസ്സിലായില്ലേ? വീണ ചോദിച്ചു. അറിഞ്ഞപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ആ സത്യം, എൻ്റെ മനസ്സത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇതൊരു നിസ്സാര കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്? ആകെ ഒരു തളർച്ച എൻ്റെ ബുദ്ധി മരവിപ്പിച്ചു. ഒന്നും നേരെ ചൊവ്വേ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഹണി അവളുടെ നിസ്സഹായത അറിയിച്ചു. എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഇക്കാര്യം ശ്രീരാജനെ അറിയിച്ചേ പറ്റൂ. അതറിയുമ്പോൾ അവൻ്റെ മനസ്സ് മാറും. ആരോ അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെയാക്കിയതാടി. നിനക്കറിയാമല്ലോ, ബേസിക്കലി അവനൊരു പാവത്താനാ. ഞാൻ എങ്ങനെ അവനെ കോണ്ടാക്ട് ചെയ്യുമടി? അവൻ്റെ നമ്പർ സകല സമയത്തും സ്വിച്ച് ഓഫ് ആണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. ഞാൻ ഇവിടെ ആയിട്ടും എന്നെ വകവരുത്താൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ബന്ധുക്കൾ. പിന്നെ അവൻ്റെ നാട്ടിൽ ചെന്നാൽ അവരെന്നെ ജീവനോടെ കുഴിച്ചു മൂടും. അല്ലെങ്കിൽ തന്നെ നീ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ ചാച്ചനും അമ്മച്ചിയുമാണെങ്കിൽ ഓസ്ട്രേലിയയിലും അവർക്ക് പെട്ടെന്ന് എത്താനും പറ്റിയെന്ന് വരില്ല. ഹണി, ഞാനൊരു കാര്യം പറയട്ടെ? വീണ ചോദിച്ചു. എന്താണ്? വിൽസൺ അങ്കിളിനോട് എല്ലാം ഞാൻ തുറന്നു പറയട്ടെ? നമ്മൾ കളിച്ച കളികളെല്ലാം അങ്കിൾ എന്തായാലും അറിയും. ഇതിലും ഭേദം നമ്മൾ തന്നെ പറയുന്നതല്ലേ. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഹണിക്ക് മനസ്സിലായില്ല. എല്ലാം അറിയുമ്പോൾ അങ്കിൾ നിന്റെ സഹായത്തിനെത്തും. പാലക്കാട് ചെന്ന് അവൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അവർ നിന്നെ പിന്നെ വിട്ടുകളയില്ലടി, വീണ പറഞ്ഞു. തെറ്റാണ് നിന്റെ കണക്കുകൂട്ടൽ. ഇത്രയും നാൾ നീ വിഡ്ഢിയാക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ ആ നിമിഷം അങ്കിൾ നിന്നെ അവിടുന്ന് പുറത്താക്കും. ഇപ്പോൾ നീ അവിടെ സുരക്ഷിതയാണ്. പക്ഷെ അവിടുന്ന് പടിയിറക്കി പറഞ്ഞു വിട്ടാലോ? ആ ഓർമ്മയിൽ വീണ നടുങ്ങി. ഒരിക്കൽ ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. പക്ഷെ ഇപ്പോൾ ഹണിയെ രക്ഷപ്പെടുത്തുന്നതിനാണ് പ്രാധാന്യം. അത് സാരമില്ല. എന്നായാലും ഞാൻ ഇവിടുന്ന് പോകേണ്ടവളാണ്. അത് കുറച്ച് നേരത്തെ ആയെന്ന് കരുതിയാൽ മതി. വീണേ, ആവേശം കാരണം നീയൊരു കാര്യം മറക്കുന്നു. പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അങ്കിൾ എങ്ങനെ പാലക്കാട് വരെ പോകും? അതേക്കുറിച്ച് വീണ ഓർത്തില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അങ്കിൾ ചെന്നാൽ അവർ അപമാനിച്ച് വിടുകയുള്ളൂ. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന നീ അവളുടെ ആരാണടാ എന്ന് അവൻ്റെ അച്ഛൻ ചോദിക്കും. അങ്കിൾ എന്തു പറയും? അത് ശരിയാണെന്ന് വീണയ്ക്ക് തോന്നി. അപ്പോൾ പിന്നെ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. എത്രയും വേഗം നീ ചാച്ചനെ വിളിച്ച് സകല കാര്യങ്ങളും പറ. നിന്റെ ചാച്ചൻ വന്ന് അവൻ്റെ അച്ഛനെ കണ്ട് സംസാരിക്കട്ടെ. എല്ലാം കലങ്ങി തെളിയും മോളെ, വീണ പ്രത്യാശയോടെ പറഞ്ഞു. ഞാനിതെങ്ങനെ ചാച്ചനോട് പറയും? എനിക്ക് പറ്റില്ല. ഹണിക്ക് ഓർക്കാൻ പോലും വയ്യായിരുന്നു. ഹണി, ഇതൊരു വലിയ സീരിയസ് പ്രശ്നമാണ്. പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താനുമില്ല. ഇന്ന് തന്നെ നീ ചാച്ചനെ വിളിച്ച് പറയണം, വീണ ആവർത്തിച്ച് നിർബന്ധിച്ചു. പറയാം. ഒടുവിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. കോൾ കട്ട് ചെയ്തിട്ട് ഹണി അല്പനേരം നിശ്ചലയായിരുന്നു. എന്തു പറയും ചാച്ചനോട്? എല്ലാം പറയാൻ പറ്റില്ല. പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെ പറയും ചാച്ചനോട്? അമ്മച്ചിയെ വിളിച്ച് സംസാരിച്ചാലോ? എല്ലാം തുറന്നു പറയാൻ സാധിക്കും. പക്ഷേ ഒന്നും താങ്ങാനുള്ള കഴിവില്ലാത്തവളാണ്. അലറിക്കരഞ്ഞ് ബഹളമുണ്ടാക്കും. എല്ലാവരെയും പേടിപ്പിക്കും. ചാച്ചനോട് സംസാരിക്കാം. പറയാൻ പറ്റുന്നത് മാത്രം. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിലേക്ക് വിളിക്കാൻ ഹണി ധൈര്യപ്പെട്ടു. ബെറ്റിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്കാണ് അവൾ വിളിച്ചത്. ഹലോ, ഈപ്പച്ചനാണ് ഫോൺ എടുത്തത്. ചാച്ച, ഇത് ഞാനാ ഹണി.
കട്ട് ചെയ്യും മോളെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവൾ ഉടൻ തന്നെ കോൾ കട്ട് ചെയ്തു. അങ്ങോട്ട് വിളിച്ചാൽ എപ്പോഴും അങ്ങനെയാണ്, കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ തന്നെ ഈപ്പച്ചൻ തിരിച്ചു വിളിച്ചു. എന്താ മോളെ? ചാച്ചാ, ഒരു പ്രശ്നമുണ്ട്, ഒരു സീരിയസ് പ്രശ്നമാണ്. എത്രയും വേഗം ചാച്ചൻ ഇവിടെ വരണം, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നീ എന്താവാ മോളെ ഈ പറയുന്നേ? അതിനു മാത്രം എന്താ സംഭവിച്ചേ? ഈപ്പച്ചൻ അമ്പരന്നു. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിലല്ല, എറണാകുളത്തൊരു ഫ്ലാറ്റിലാണ്. എന്തിനാ നീ എവിടെ പോയേ? എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ശ്രീരാജുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടാൻ അവൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഒരു നായര് പെണ്ണിനെ കെട്ടാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? അതുകൊണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. എൻ്റെ ഹണി, നീ എന്തൊക്കെയായി പറയുന്നേ? സത്യമാണോ ഇതൊക്കെ? എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ചാച്ചൻ്റെ മാനസികാവസ്ഥ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്? ശ്രീരാജന് വീട്ടുകാർ വേറെ ഒരു കല്യാണം തീരുമാനിച്ചു. എൻ്റെ കാര്യം അവൻ്റെ വീട്ടിലറിഞ്ഞു. വലിയ എതിർപ്പായി. അവൻ്റെ കസിൻ ഇടപെട്ട് എല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പ് തന്നു. അതനുസരിച്ച് വീട്ടിലേക്ക് പോയ ശ്രീരാജ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അവൻ പറയുന്നത് പിരിയാമെന്നാണ്, ഞാൻ വേറെ കെട്ടിക്കൊള്ളാൻ. ഇക്കാര്യം ആർക്കെങ്കിലും അറിയാമോ? എൻ്റെ 2 കൂട്ടുകാരികൾക്ക് മാത്രമേ അറിയൂ. വിൽസൺ അറിയാമോ? ഈപ്പച്ചൻ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല. അത് നന്നായി. തൽക്കാലം ഇക്കാര്യം ആരും അറിയണ്ട. മോൾ ഒരു കാര്യത്തിലും വിഷമിക്കരുത്. ഇപ്പോൾ ഫ്ലാറ്റിലാണോ നീ? അതെ. ശ്രീരാജ് വരുമെന്നുള്ള വിചാരത്തിൽ. വന്നാൽ തന്നെ നിങ്ങൾ ഇനി ഒന്നിച്ച് താമസിക്കേണ്ട. എത്രയും വേഗം ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറണം. ചാച്ചൻ കഴിയുന്നത്ര വേഗം നാട്ടിൽ വരാം. നിങ്ങളുടെ കല്യാണം നടത്തിത്തരാം. അവൻ്റെ നമ്പർ എനിക്ക് താ, ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം. ഈപ്പച്ചൻ പറഞ്ഞു. നമ്പർ തരാം, പക്ഷേ വിളിച്ചാൽ കിട്ടത്തില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ഭാഗം നാളെ.